താലി. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവന്റെ അടുത്തേക്ക് അവളും കയറി കിടന്നു. വലതുകൈക്ക് മുകളിൽ തലവെച്ച് ഇടത് കൈ ഏതോ ബുക്കിൽ പിടിച്ചാണ് ഉറക്കം. അവൾ അതൊന്ന് എത്തിപ്പിടിച്ചു. ബുക്കിന്റെ പേര് വായിച്ചു. കൈയുടെ അടിയിൽ നിന്ന് ബുക്ക് വലിച്ചെടുത്തതും ശ്രീയുടെ ഉറക്കം ഞെട്ടി. മോളെ നീയോ? മയങ്ങിപ്പോയി. കണ്ണൊന്നുകൂടി ഇറക്കി അടച്ചവൻ ഹെഡ് റെസ്റ്റിലേക്ക് നിവർന്നിരുന്നു. എന്തു പറ്റിയടാ? ഒന്നുമില്ലേട്ടാ. ഈ ലവ് സ്റ്റോറി സാഡ് എൻഡിങ് അല്ലേ? പരസ്പരം മനസ്സിലാകാതെ ഈഗോയിൽ തെറ്റിപ്പിരിഞ്ഞ പ്രണയം അല്ലേ? പ്രണയത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം നിസ്സാരമായി കാണും. ഇതല്ലേ അതിന്റെ ടാഗ് ലൈൻ. ബുക്കിന്റെ പേജുകൾ വെറുതെ മറിച്ചു നോക്കിയതിനിടയിൽ അവൾ അവനെ ഒന്ന് നോക്കി. അവൻ മറുപടി ഒന്നും പറയാതെ കണ്ണടച്ച് ചാരിയിരുന്നു. തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവളും. ഇന്ന് സൺഡേ ആയിട്ട് അപ്രതീക പോയില്ലേ? സാധാരണ അവിടെ നിന്നും ഇറങ്ങാറില്ലല്ലോ നീ. പോയില്ലേട്ടാ. അവിടെ സന്തോഷങ്ങളുടെ അനിയത്തിയും കുടുംബവും ഒക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ ഉച്ച കഴിയുമ്പോൾ അപ്പേട്ടന്റെ കുടുംബം എത്തും. മിക്കവാറും ഇന്ന് അവര് ഡേറ്റ് എടുക്കും. എന്നിട്ടാണോ നീ ഇവിടെ കയറിയിരിക്കുന്നത്? അങ്ങോട്ട് പോകുന്നില്ലേ നീ? അവൻ കട്ടിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അമ്മയും അച്ഛനും അവിടെ ഉണ്ട്. അതുകൊണ്ട് ഊണും ഉറക്കവും ഒക്കെ അവിടെയായിരുന്നവള് ഇപ്പൊ ഒരാഴ്ചയായിട്ട് അങ്ങോട്ട് പോകാറേയില്ല. മോശമാണോ കേട്ടോ ശ്രീകുട്ടി? അറിയാമേട്ടാ, പക്ഷെ പറ്റുന്നില്ല. എനിക്കിപ്പോഴും ഈ സാഹചര്യങ്ങളോട് നോർമലായി ഇടപെടാൻ സാധിക്കുന്നില്ല. കുറച്ച് സമയം വേണം. നിന്റെ ഈ മാറ്റം അവര് ശ്രദ്ധിച്ചു കാണുമല്ലോ. പിന്നെ ശ്രദ്ധിക്കാതിരിക്കുമോ? പ്രോജക്റ്റ്, മോക്ക് ടെസ്റ്റ്, അറ്റൻഡൻസ് എന്തൊക്കെയൊക്കെ പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ച് നിൽക്കുക. അവള് കട്ടിൽ നിന്നും എഴുന്നേറ്റ്. ദേവ, അവളോ? പാവം തോന്നും. ഞാൻ അങ്ങോട്ട് ചെല്ലാത്തോണ്ട് ഒരു 100 തവണയെങ്കിലും ഇങ്ങോട്ട് വരും. നോട്ട്സ് വല്ല എഴുതാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന് എഴുതും. എന്നിട്ട് ഇടയ്ക്കിടെ ചോദിക്കും, അവള് അപ്പേണ്ട കാര്യം പറയാത്തോണ്ടാണോ പിണങ്ങിയിട്ടാണോ ഞാൻ അങ്ങോട്ട് ചെല്ലാത്തതെന്ന്. അപ്പോ നീ എന്തു പറഞ്ഞു? എന്തു പറയാനേട്ടാ? നിനക്ക് അവളോട് എന്തിനാ മോളെ പരാതി? എനിക്ക് അവളോടല്ലേട്ടാ, എന്നോടാണ് പരാതികൾ. കണ്ട നാള് മുതൽ അവളെ ഇഷ്ടമല്ലെന്ന് ഏട്ടൻ പറയുന്നുണ്ട്. ഇന്ന് വരെ ഒരു നോക്കുകൊണ്ടോ പുഞ്ചിരി കൊണ്ടോ അവളിൽ നിന്നും ഏട്ടനൊരു ഇഷ്ടം ഞാൻ കണ്ടിട്ടുമില്ല. പിന്നെയും എന്തിനാ ഏട്ടാ അവൾക്ക് വേണ്ടി ഇപ്പോഴും എന്റെ മനസ്സിങ്ങനെ ശാഠ്യം പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സഹ്യ മുഖം പൊത്തിക്കരഞ്ഞു. മോളൂട്ടി, എടി. പറ്റുന്നില്ലേട്ടാ. എനിക്ക് അവളെ അപ്പേന്റെ പെണ്ണായിട്ട് കാണാൻ പറ്റുന്നില്ല. ശ്രീക്ക് അന്ന് ആദ്യമായി വല്ലാത്തൊരു നിസ്സഹായാവസ്ഥ തോന്നി. എന്ത് പറഞ്ഞിവളെ സമാധാനിപ്പിക്കാം? കാര്യങ്ങളൊന്നും അറിയാത്തൊരാളെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇവിടെ സഹിക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെപ്പറ്റിയും നല്ല ധാരണയുണ്ട്. അങ്ങനെ ഒരാളെ എങ്ങനെയാ കൺവിൻസ് ചെയ്യുക എന്നറിയാതെ ശ്രീ അവളെ തോളിലേക്ക് ചായച്ചു കിടത്തി. ദേവ, നല്ല കുട്ടിയാണ് മോളെ, സങ്കടപ്പെടുത്തരുത്. സതിച്ചേച്ചി പിന്നെയും ചെറുതായിട്ടോ. പോടി, എനിക്ക് ആവശ്യത്തിന് പൊക്കമുണ്ട്. എന്റെ കുഞ്ഞോളെ, വേറെ എന്തു പറഞ്ഞു വേണേലും നീ അവളെ കളിയാക്കിക്കോ. പക്ഷെ അവളുടെ പൊക്കത്തിനെ പറ്റി നീയൊന്നും പറഞ്ഞേക്കല്ലേ. അവള് പുലിയാവും. സന്തോഷ് സവിതയുടെ തോളിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് സതിയെ ചൊടിപ്പിച്ചു. നീ പോടാ പടവലങ്ങി. ഇമ്മിണി നീളമുള്ളതിന്റെ അഹങ്കാരമാ ആങ്ങളയ്ക്കും പെങ്ങക്കും. അതേടി കുരുട്ടിടയ്ക്ക്, അഹങ്കാരം തന്നെയാണ്. നീ പോയി കേസ് കൊടുക്ക്. മായേ, നീ നിന്റെ കെട്ടിയോനെ വിളിച്ചോണ്ട് പോയേ, അല്ലെങ്കിൽ ഇവനെ ഞാനുണ്ടല്ലോ. പടവലങ്ങ. ഉവ്വ, ഇങ്ങ് വാ നീ. നീ എന്നെ ഞൊട്ടും. കൂരിട്ടടക്കേ, ഇവനെ ഇന്ന് ഞാൻ. സതി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റതും സന്തോഷ് പെങ്ങളെ പിടിച്ചു വലിച്ചുകൊണ്ട് ഓടി. അത് കണ്ടതും സതി പിറകെ വെച്ചു പിടിച്ചു. ഇതിപ്പോ ഇവിടെ കൊച്ചുപിള്ളേരെക്കാളും കടുപ്പമാണല്ലോ ഇതുങ്ങളൊക്കെ, അല്ലേ നീല? ആ നമ്മെ, അവരുടെയൊക്കെ ഉള്ളിലുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. നോക്കിക്കേ, അടിയിടിയും. കയ്യിലിരിക്കുന്ന ന്യൂസ് പേപ്പർ കൊണ്ട് സന്തോഷിനും സവിതയ്ക്കും തല്ലു കൊടുക്കുന്ന സതിയെ നോക്കി ചിരിച്ചുകൊണ്ട് നീലൻ എല്ലാരോടുമായി പറഞ്ഞു. അതിന് കാരണം നിങ്ങളൊക്കെയാ, അവരുടെ പാതികൾ. നിങ്ങളൊക്കെ അവരിലെ കുഞ്ഞുങ്ങളെ മരിക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് മാത്രമാണ് അവർക്കിപ്പോഴും ഉള്ളിൽ കുഞ്ഞിലെ അതേ നിഷ്കളങ്കത മരിക്കാതെ സൂക്ഷിക്കാൻ പറ്റുന്നത്. അച്ചമ്മ നീലനെയും മായയെയും നോക്കിയത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ സ്നേഹത്തിനുമപ്പുറം ബഹുമാനമായിരുന്നു. അപ്പു ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. എല്ലാവരും ഹാളിലാണ്. സംസാരം തകൃതിയായി നടക്കുന്നു. എല്ലാവരും സംസാരിക്കാനിരുന്നത് കല്യാണക്കാരമായിരുന്നെങ്കിലും അതിപ്പോ ഉക്രൈന്റെ ആക്രമണത്തിൽ വരെ എത്തി നിൽക്കുന്നു.
പെണ്ണുങ്ങൾ അടുക്കളയിൽ കല്യാണത്തിന്റെ സ്വർണം, ഡിസൈൻ, കുടുംബശ്രീ എന്ന് വേണ്ട 1500 കാര്യങ്ങളിലാണ്. അപ്പു ചുറ്റുപാടും ഒന്ന് നോക്കി. അമ്മുവിന്റെ കൈ പിടിച്ച് പുറകിലെ തൊടിയിലേക്ക് അവനൊരൊറ്റ ഓട്ടമായിരുന്നു. ആ ഓട്ടം ചെന്ന് നിന്നത് എതിർ നിൽക്കുന്ന വശത്തായിട്ടുള്ള കശുമാവിന്റെ ചോട്ടില്. ഇതെന്ത് വട്ടാ അപ്പേട്ടാ? ഉടുത്തിരുന്ന ധാവണിയുടെ പാവാട കുടിഞ്ഞുകൊണ്ട് അമ്മു അവനെ നോക്കി. വട്ട്, എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ അമ്മു നീ. മുഖം കടുപ്പിച്ചുകൊണ്ടായിരുന്നു മറുപടി. അപ്പ ഇന്നലെ മുതൽ ഒപ്പം ഉണ്ടായിരുന്നു, അതാ ഞാൻ. അതുകൊണ്ട് അതുകൊണ്ടെന്താ അമ്മു? ആരെങ്കിലും നിനക്കൊപ്പം ഉണ്ടെങ്കിൽ നീ എന്നോട് മിണ്ടില്ലേടി? മരത്തിലേക്ക് കാഞ്ഞടിച്ചുകൊണ്ടായിരുന്നു അവന്റെ ആ ചോദ്യം. കണ്ണു നിറഞ്ഞൊഴുകുന്നത് അറിയാമായിരുന്നെങ്കിലും അങ്ങോട്ട് നോക്കിയില്ല. ഒന്നും രണ്ടും അല്ല അമ്മു, ഏകദേശം ഒരാഴ്ചയാകുന്നു നീ ഇങ്ങനെ എന്നെ ഇട്ട് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സഹ്യ പിണങ്ങി, മിണ്ടുന്നില്ല, ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കോളേജ് കഴിഞ്ഞുള്ള മുഴുവൻ സമയവും അവൾക്കൊപ്പമാണ്. അവിടെ നിന്നിറങ്ങി ഇങ്ങോട്ട് വന്ന് എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ ചെന്നാൽ അമ്മ, അച്ഛൻ, അച്ഛമ്മ. ഇതെല്ലാം ഒന്ന് മാറി നിന്നോട് സംസാരിക്കാൻ പറ്റില്ലെന്ന് തോന്നിയത് കൊണ്ടാ ഇന്നലെ എന്ത് വരട്ടെ എന്ന് കരുതി നിന്റെ മുറിയിൽ കയറി ഇരുന്നത്. എന്നിട്ട് നീ എന്താ ചെയ്തേ? ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്ന പോയിട്ട് എന്റെ മുഖത്ത് പോലും നോക്കാതെയല്ലേ മുറിക്ക് പുറത്താക്കി എന്റെ മുന്നിൽ വാതിൽ കുട്ടിയടച്ചത്. ഇത്രയൊക്കെ വേദന തരാൻ ഞാൻ എന്ത് തെറ്റാടി നിന്നോട് ചെയ്തത്? ചങ്ക് പറിച്ച് നിന്നെ ഇഷ്ടപ്പെട്ടു പോയതാണോ? പറയമ്മോ, സഹിക്കാൻ പറ്റുന്നില്ലടി, അതുകൊണ്ടാ. അപ്പു കണ്ണു നിറച്ചവളെ നോക്കി മരത്തിലേക്ക് ചാഞ്ഞു നിന്നു. അപ്പേട്ടാ, വേണ്ടമ്മോ, നിനക്ക് പറയാൻ 1000 കാരണങ്ങളുണ്ടാവും. കേൾക്കുമ്പോൾ എല്ലാം സത്യമാണെന്ന് എനിക്ക് തോന്നാനും വഴിയുണ്ട്. പക്ഷെ എത്രയൊക്കെ നീ പറഞ്ഞാലും എനിക്കുണ്ടായ സങ്കടം അത് മാറില്ലല്ലോ. അപ്പേട്ടാ, ഞാൻ പറയട്ടെ. നിറഞ്ഞ മിഴികൾ തുടയ്ക്കുന്നവനെ തിരിച്ചു നിർത്താൻ അവൾ ശ്രമിക്കുമ്പോഴും വാശി പോലെ അവളെ നോക്കാതെ അപ്പു വിദൂരതയിലേക്ക് കണ്ണു നട്ടിരുന്നു. അപ്പേട്ടാ, കൈകളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ടുള്ള വിളിയിൽ ഈ തവണ ശബ്ദം വല്ലാതെ നേർത്തുപോയി. എന്നെ ഒന്ന് നോക്ക അപ്പേട്ടാ. ഇത്രയും ദിവസം നിനക്കെന്നെ വേണ്ടായിരുന്നല്ലോ അമ്മു, ഇനിയും അങ്ങനൊക്കെ മതി. അവളുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. അമ്മുവിന് കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ തോന്നി. വാശിയും ദേഷ്യവും അല്പം കൂടുതലാണെങ്കിലും ഇങ്ങനെ ഒരു അവഗണന പോയ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇതാദ്യമാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം താൻ ചെയ്ത തെറ്റിന്റെ ആഴം. ചുറ്റുമുള്ള എല്ലാവരുടെയും സന്തോഷം നോക്കുന്ന തിരക്കിൽ സ്വന്തം സന്തോഷം അറിഞ്ഞില്ല. അല്ലെങ്കിൽ അപ്പേട്ടനൊപ്പം തന്നെ ഉണ്ടാകുമല്ലോ എന്നുള്ള ഒരു അമിത വിശ്വാസം. ഒരു തരം വിലയില്ലാത്ത പോലെ. അമ്മുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പേന്റെ സന്തോഷവും സങ്കടവും ദേഷ്യവും വാശിയും അതൊക്കെ താനാണ്. അതറിഞ്ഞു വെച്ചിട്ടും താൻ ഇങ്ങനെ കാണിച്ചു കൂട്ടി, സങ്കടപ്പെടുത്തി. അല്ല, ആ സ്നേഹത്തിന് മുറിവേൽപ്പിച്ചു. ആ രക്തമാണ് ഇന്ന് ആ കണ്ണുകളിലൂടെ ഒഴുകിയിറങ്ങിയത്. അവളുടെ നെഞ്ചിരുന്ന് അലമുറയിടുന്നുണ്ടായിരുന്നു. അപ്പേണ്ണെ താൻ വിഷമിച്ചു. അവൾ ആ മാവിൻ ചുവട്ടിലേക്ക് തളർന്നിരുന്നു. കൂനിക്കൂടി മുട്ടിൽ തലവെച്ച് എത്ര നേരം അങ്ങനെ ഇരുന്നറിയില്ല. തോളിൽ ആരുടെയോ സ്പർശം അറിയവെയാണ് തല ഉയർത്തിയത്. സഹ്യ. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടിരിക്കുന്നവളെ കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. മിത്തു, എന്താ മോളെ? എന്താടി കരയുന്നേ? എഴുന്നേറ്റ മിത്തു. അപ്പേട്ടൻ പിണങ്ങി ശ്രീകുട്ടി. നെഞ്ചിലേക്ക് വീണ് കരയുന്നവളുടെ വാക്കിൽ അവൾ ഞെട്ടി. അപ്പുവേട്ടനോ? എന്താ മിത്തു, കാര്യം പറയ്. അത് ശ്രീകുട്ടി, മുക്കിയും മൂളിയും കരഞ്ഞും പിടിച്ചും അവൾ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ചു. താൻ താൻ കാരണം. സഹിയുടെ കണ്ണുകൾ നിറഞ്ഞു. അറിഞ്ഞുകൊണ്ടല്ല ശ്രീകുട്ടി, സത്യമായിട്ടും അവഗണിച്ചതുമല്ല. എന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെ? അപ്പേട്ടനെ എന്നെ മനസ്സിലാകുമെന്ന് ഓർത്തു. പക്ഷെ ഞാൻ തെറ്റായിരുന്നു. എന്റെ അപ്പേട്ടൻ. ഞാൻ കരയിച്ചു ശ്രീകുട്ടി. അവള് നെഞ്ചും പൊട്ടുപോലെ അവളുടെ തോളിലേക്ക് വീണു. ഏറെ നേരം അത് തുടർന്നു. അവസാനം ഏങ്ങലടി മാറി കുഞ്ഞൊരു ശബ്ദം മാത്രമായും തോന്നിയപ്പോൾ സഹ്യ മിത്തുവിനെ വലിച്ചുകൊണ്ട് പറമ്പിലെ ചെടിക്ക് വെള്ളമൊഴിക്കാൻ വേണ്ടി കെട്ടിയിട്ടിരുന്ന ടാങ്കിന്റെ അടുത്തേക്ക് ചെന്നു. നിർബന്ധിച്ചു മുഖം കഴിയിച്ചു. അപ്പോഴേക്കും അകത്തു നിന്നുള്ള വിളി വന്നിരുന്നു. മിത്തു വന്നേ, വിളിക്കുന്നുണ്ട്. അവൾ അങ്ങനെ നിന്നു. മിത്തു, വാ, മായമ വിളിക്കുന്നു. പക്ഷെ അവൾ അതൊന്നും അറിയുന്നില്ലെന്ന് തോന്നി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നി സഹ്യ അവളെയും പിടിച്ച് അടുക്കളയിലൂടെ അകത്തേക്ക് കിടന്നു. എല്ലാവരും ഹാളിൽ തന്നെ ഇരുന്നുകൊണ്ട് ആരുടെയും ചോദ്യങ്ങൾ ചെന്ന് വിട്ടില്ല. മിത്തു, സഹ്യ, വരുന്നു അങ്കിൾ, ഒരു 5 മിനിറ്റ്സ്, ലാസ്റ്റ് ടച്ചപ്പാ. ഈ പെമ്പിള്ളാടെ കാര്യം ഇതുങ്ങൾക്ക് എത്ര ഒരുങ്ങിയാലും മതിയാകില്ല. പെമ്പിള്ളേര് പോട്ടേന്ന് വെക്ക അളിയാ. നമ്മുടെയൊക്കെ ഭാര്യമാർ മോശമാണോ? നാളെ ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ ഇന്ന് ഇതിനെയൊക്കെ ഒരുക്കാൻ വിടണം. എന്നാലേ മുഹൂർത്ത സമയത്തിനെങ്കിലും അവിടെ എത്തൂ. കമന്റ്
അപ്പുവിന്റെ അച്ഛന്റെ വകയായിരുന്നെങ്കിലും അത് മറ്റാണുങ്ങൾക്കും നന്നായി സുഖിച്ചുവെന്ന് ചുറ്റുമുള്ള കൂട്ടച്ചിരിയിൽ നിന്നും പെണ്ണുങ്ങൾക്ക് മനസ്സിലായി. പറയുന്ന കേട്ടത്തൊന്നും നിങ്ങൾ ആണുങ്ങൾ ഒരുങ്ങത്തുമില്ല, മുഖത്തൊന്നും തേക്കത്തുമില്ല എന്ന്. സത്യം ചേച്ചി, എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ തുടങ്ങും മുതൽ തുടങ്ങും. മായേ ഷർട്ട് എന്തേ, മായേ മുണ്ടെന്തേ, മായേ ചെരുപ്പെന്തേന്ന്. ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യില്ല, ഒക്കേത്തിന് മായേ മായേ മായേ. പിള്ളേരെ ഒരുക്കുന്നതിലും കാര്യമായിട്ട് വേണം പുറകെ നടക്കാൻ. എന്റെ ദേവൂട്ടം പോലും തനിയെ കാര്യങ്ങൾ നോക്കും. അതുപോലും ഇല്ലാത്ത ആളാ കുറ്റം പറയാൻ നിൽക്കുന്നത്. സത്യവാ ചേച്ചി, കുറ്റം പറയാൻ 32 നാക്ക. കുളിക്കുന്ന തോർത്ത് വരെ എടുത്ത് കയ്യിൽ കൊടുക്കണം. സവിതയും അത് വെറുതെ വിട്ടില്ല. പറഞ്ഞതൊക്കെ അബദ്ധമായല്ലോ എന്ന് ചോദിച്ച് ആണുങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പിന്നെ നീയൊക്കെ വരുന്നതിന് മുൻപേ ഞങ്ങളൊന്നും ജീവിച്ചില്ല. ജയിക്കാനെന്ന പോലെ സന്തോഷ് അമ്മയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ഓവ്, അമ്മമാർ വളർത്ത് വഴശാക്കി വെച്ചേക്കുമല്ലേ, അതിന്റെ പണാണല്ലോ ഞങ്ങളിപ്പോ അനുഭവിക്കുന്നത്. സവിതയാണ് മറുപടി പറഞ്ഞത്. പരസ്പരം രണ്ടു കൂട്ടരും തോൽക്കാൻ മടിച്ച് വാഗ്വാദം തുടരുന്നത് ഒരു കണക്കിന് മിഥുന് അനുഗ്രഹമായിരുന്നു. കുറച്ചുകൂടി സമയം കിട്ടി. സഹ്യ അവളെ ഒരിക്കൽ കൂടി ഒരുക്കി റെഡിയാക്കി. അപ്പോഴും നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കാണെ അവൾക്ക് കുറ്റബോധം തോന്നി. താൻ കാരണമാണ്. മിത്തുസേ, മിത്തു. എന്തിനാടി ഈ സങ്കടം? നിന്റെ അപ്പുവേട്ടനല്ലേ. ഞാൻ ഒന്നും പറയണ്ട. ഈ ബഹളങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഏട്ടനെ പോയെന്ന് കണ്ടാൽ തീരുന്ന ദേഷ്യമേ നിന്നോട് ആൾക്ക് കാണുകയുള്ളൂ. നമ്മുടെ അപ്പേട്ടനല്ലേടി പെണ്ണെ. ദേഷ്യായിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു ശ്രീകുട്ടി. കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാലും ഞാനത് മാറ്റിയെടുത്തേനെ. ഇതിപ്പോ സങ്കട, എന്നോട് പരാതിയാ. അവള് മുഖം പൊത്തിക്കരഞ്ഞു. ദേ മിത്തു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ മൂങ്ങി പിടിച്ച്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്ന് കഴിയുമ്പോ അപ്പേണ്ട പിണക്കം മാറ്റാന്ന്. ഇനി നീ അത് പറഞ്ഞ് കരഞ്ഞാൽ ഞാൻ എന്റെ പാട്ടിന് പോവും. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞോ നീ. പ്ലീസ് ശ്രീകുട്ടി, നീയും കൂടി ദേഷ്യപ്പെടല്ലേ. എങ്കിൽ ഈ കണ്ണു നിറക്കുന്ന നിർത്തിക്കോ. വേറെ ആൾക്ക് മനസ്സിലായില്ലെങ്കിലും സന്തോഷങ്ങളിന് മനസ്സിലാകും നീ കരഞ്ഞുന്ന്. അല്ലേ തന്നെ പാവം വിഷമിച്ച് നിൽക്കുക. ഇനി നീ കൂടി എന്തിനടി. അവളുടെ കണ്ണ് രണ്ടും തുടച്ചു കൊടുക്കുന്നതിനൊപ്പം സഹി അവളെ ആശ്വസിപ്പിച്ചു. അച്ഛനെ കുറിച്ച് അപ്പോഴാണ് അവൾ ആലോചിച്ചത്. പെട്ടെന്ന് അവൾ കണ്ണു തുടച്ച് മുഖം നേരെയാക്കി. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.